കേദാർധാമിലേക്കുള്ള യാത്രയാണ്. കേദാർധാമിലേക്കുള്ള യാത്ര ഈ വഴി കേദാറിലേക്കുള്ള വെരിഫിക്കേഷൻ സെൻ്ററാണ്. ഇവിടെ നമ്മളുടെ രജിസ്ട്രേഷനും കാര്യങ്ങളെല്ലാം കൊടുക്കണം. രജിസ്ട്രേഷന് കൊടുത്ത് അത് അവർ QR കോഡ് സ്കാൻ ചെയ്തിട്ടാണ് നമ്മളെ അങ്ങോട്ട് കയറ്റി വിടുന്നത്. അപ്പോൾ രജിസ്ട്രേഷൻ്റെ സെൻ്ററാണിത്. ക്യൂവിൽ നിന്ന് രജിസ്ട്രേഷൻ കൊടുക്കണം. അതാണ് ചെയ്യുന്നത്. QR കോഡ് സ്കാൻ ചെയ്ത് और भी है? हाँ हाँ पूरा फैमिली खाएगा। ये मेरे बेटे का ഇത് നമ്മുടെ അവിടെ നിന്ന് കുതിരയ്ക്കും മറ്റുമൊക്കെ അല്ലെങ്കിൽ ഡോളിക്കൊക്കെ പാസ് എടുത്തിട്ട് വരുന്ന സ്ഥലമാണ്. ഇവരൊക്കെയാണ് നമ്മളെ ഡോളി കൊണ്ടുപോകാൻ കോട പീപ്പിൾസ് ഇവരൊക്കെയാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇവിടെ നിന്ന് അടുത്ത കുതിര ഉള്ള സ്ഥലത്തേക്ക് പ്രത്യേക വാഹനം വരും. ആ വാഹനം ഇവിടെ നിന്നാണ് കയറി പോകേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് വേറൊരു വാഹനത്തിൽ പെർ ഹെഡ് കാശ് കൊടുത്തിട്ട് പോകണം. എന്നിട്ട് അടുത്ത സ്ഥലത്ത് നമ്മൾ എത്തുമ്പോഴേക്കാണ് അവിടെ നിന്നാണ് കുതിര കിട്ടുന്നത്. അവിടെ നിന്നാണ് നമ്മൾ കേദാർ യാത്ര തുടരുന്നത്. ഈ ജീപ്പിൽ നമ്മളെല്ലാവരും ഫുള്ളായിട്ട് കുത്തി ഞെരുക്കി വെച്ചിരിക്കുകയാണ്. ഇവിടെ ഒരു മനുഷ്യന് വിലയില്ല, പണത്തിന്റെ വില മാത്രമാണുള്ളത്. ഒരു ആളിന് പെർ ഹെഡ് എന്ന തരത്തിലാണ് ഈ ജീപ്പ് പോകുന്നത്. അപ്പൊ ഇതിനകത്ത് ആളിന് കയറാൻ കഴിയുന്നില്ലെങ്കിൽ പോലും അവര് കൃത്യമായിട്ട് നമ്മളെ ഇടിച്ച് കയറ്റി നമ്മളെ ഇതിനകത്ത് കയറ്റിയിട്ട് ഒരു പെർ ഹെഡ് എന്നുള്ള നിലയിൽ അവർ നമ്മുടെ കാശ് വാങ്ങാനുള്ള ശ്രമമാണ്. എന്തായാലും തീർത്ഥയാത്രയ്ക്ക് വന്നതാണ്. നമ്മളിതെല്ലാം സഹിക്കാനും എല്ലാം ഉൾക്കൊള്ളാനും തയ്യാറായിരിക്കുന്നു. ഈ വരുന്നവരാണ് നമ്മുടെ കുതിരക്കാരൻ. ഞങ്ങളുടെ കൂടെ പറയുകയുണ്ട്. താഴെ സോണാപൂരിൽ കുതിരയ്ക്കുള്ള പെർമിഷൻ, അതായത് പാസ് എടുക്കുമ്പോൾ മുതൽ അവർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അവർ ഞങ്ങളുടെ കൂടെ എല്ലാ അവിടെ കേദാർനാഥിലേക്കുള്ള നമ്മളെ യാത്രയാണ്. താഴെ ഇവരെല്ലാം നമ്മുടെ കുതിരക്കാരാണ്. ഒരു കുതിരക്കാരൻ്റെ ബൈക്കിൻ്റെ പിന്നിലാണ് ഞാൻ ഇരിക്കുന്നത്. അവർ നിർബന്ധിച്ച് എന്നെ പിടിച്ചു കയറ്റി അവരവിടെ കുതിരയ്ക്കടുത്ത് കൊണ്ടുപോവുകയാണ്. താഴെ नहीं पर्ची कटे चलेगी ना काम पूरा കേദാർനാഥ് ബാനാർ नीरे കേദാർനാഥിലേക്ക് പോകാനുള്ള കുട്ടമായിട്ട് ചുമന്ന്, അതായത് 16 കിലോമീറ്റർ നമ്മുടെ ചുമന്ന് കയറ്റുന്ന കുട്ട സവാരിക്കാരാണ് ഉള്ളത്. കുട്ട സവാരിക്കാരുടെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇവരവിടെ തോണിൽ ഈ കുട്ടയിൽ ഒരാളിനെ ഇരുത്തിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകും. കുട്ട സവാരിക്കാർ നിറയെ ഇവിടെ നിലനിൽപ്പുണ്ട്. 16 കിലോമീറ്റർ അവർ നമ്മളെ ചുമന്ന് മുകളിൽ എത്തിക്കും. ഇപ്പോൾ ഞാൻ പോകുന്നത് എൻ്റെ കുതിരക്കാരൻ്റെ ബൈക്കിൻ്റെ പിന്നിലാണ്. അദ്ദേഹം നമ്മളെ കുതിരയ്ക്ക് പാസ് എടുക്കാൻ വേണ്ടി സോണാപൂരിൽ വന്നപ്പോൾ അവിടെ വെച്ച് ഞങ്ങളെ പിടികൂടിയതാണ്. അയാളുടെ ലൈസൻസ് കാർഡും ഐഡൻറ്റി കാർഡും എല്ലാം അപ്പോൾ തന്നെ എൻ്റെ കഴുത്തിൽ അണിയിച്ചു. ഞാൻ മുദ്ര കുത്തപ്പെട്ടു, പിന്നെ ചാപ്പ കുത്തപ്പെട്ടു. അവിടെ നിന്ന് എന്നെ ജീപ്പിൽ കയറ്റി വിട്ടു. ജീപ്പിൻ്റെ പിന്നാലെ അയാൾ നമ്മളെ ഫോളോ ചെയ്തു. അത് കഴിഞ്ഞത് ഇവിടെ വന്ന് ജീപ്പിൽ നിന്ന് ഇറങ്ങി ഉടനെ തന്നെ അയാൾ ബൈക്ക് കൊണ്ടുവന്ന് എന്നെ അതിനകത്ത് കയറ്റി നേരെ അയാളുടെ കുതിരയ്ക്കടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. അതാണ് ഈ കാണുന്നത്. വളരെ രണ്ട് വാഹനങ്ങളുടെ ഇടയിലൂടെ ഇടുങ്ങിയ സ്ഥലത്തുകൂടെ, വളരെ ചെറിയ സ്ഥലത്തൂടെ ബൈക്കിൽ അദ്ദേഹം നമ്മളെ കൊണ്ടുപോവാണ്. നാം ക്യാ കേ ഭായ്? नाम नाम सलीम रावत. हाँ नाम सलीम रावत.
ഇതാ ഞങ്ങളുടെ കുതിരക്കാരന് പിന്നാലെ പോവുകയാണ്. വളരെ ഇടുങ്ങിയ പ്രദേശത്തു കൂടെയാണ്. രണ്ട് വശത്തും നിരവധി കച്ചവട കേന്ദ്രങ്ങൾ, കടകളുണ്ട്. അതിന്റെ നടുവിലൂടെ വളരെ കുറച്ചു പേർക്ക് മാത്രം പോകാൻ കഴിയുന്ന തരത്തിലുള്ള വഴിയാണ്. അതിലൂടെയാണ് ഞങ്ങൾ പോകുന്നത്. നേരെ അടുത്ത കുതിര നിൽക്കുന്ന സ്ഥലത്തേക്ക്, കുതിരയുടെ സ്ഥലത്തേക്കാണ് പോകുന്നത്. ഏകദേശം 1 കിലോമീറ്ററോളം ദൂരമുണ്ട് എന്നാണ് കുതിരക്കാരൻ പറഞ്ഞത്. രാമതീർത്ഥ, നമ്മുടെ തിരുവനന്തപുരത്ത് വട്ടപ്പാറയിലുള്ള രാമതീർത്ഥ വിജ്ഞാൻ ട്രസ്റ്റ് ആണ് നമ്മുടെ ഈ യാത്ര സംഘടിപ്പിച്ചത്. അതിന്റെ സംഘാടകൻ, പ്രധാനപ്പെട്ട സംഘാടകനായ അദ്ദേഹം പ്രതാപ്ജി നമ്മളെ കൂടെ ഉണ്ട്. ഇദ്ദേഹം എന്റെ കൂടെ ഉണ്ട്. അതെ, അദ്ദേഹത്തിന്റെ പേര് പറയരുത്. ട്രസ്റ്റിന്റെ പേര് രാമതീർത്ഥ വിജ്ഞാൻ ട്രസ്റ്റ് എന്ന് പറഞ്ഞ ട്രസ്റ്റിന്റെ പേര് മാത്രമേ പറയാവൂ. ഒന്നും അദ്ദേഹത്തിന്റെ പേര് പറയരുത് എന്നാണ് അദ്ദേഹം എടുത്തെടുത്ത് പറയുന്നത്. ടിവിയിൽ അതിൽ കാണിക്കാൻ പോലും, നമ്മുടെ ക്യാമറ അങ്ങോട്ട് വയ്ക്കാൻ പോലും അദ്ദേഹം സമ്മതിക്കുന്നില്ല. ഗൗരികുണ്ട് ഇവിടെ നിന്നാണ് നമ്മൾ കുതിരപ്പുറത്തോ ട്രോളിയിലോ ഒക്കെ യാത്ര തുടരുന്നത്. യാത്ര പോകുന്നവരുടെ തിരക്കാണ് നമ്മൾ ഈ കാണുന്നത്. ഇത് ഗൗരികുണ്ട്. അവിടെ ഓക്സിജൻ വരെ വിലക്ക് കിട്ടും. ടിന്നിലാണ് ഓക്സിജൻ വെച്ചിട്ടുണ്ട്. ചേട്ടൻ വേണോ? എനിക്ക് വേണ്ട. എനിക്ക് ഇത് ഓക്സിജൻ, ഓക്സിജൻ വരെ ഇവിടെ നമുക്ക് വിലക്ക് വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെ ഓക്സിജൻ വരെ വെച്ചിട്ടുണ്ട്. ഇതാ ഇവിടെ നിന്നാണ് ട്രോളി തുടങ്ങുന്ന ഇവിടെ നിന്നാണ്. ആൾക്കാർ ട്രോളി ബുക്ക് ചെയ്തവർ അതിനകത്ത് കയറിയിരിക്കുന്നുണ്ട്. ട്രോളി തുടങ്ങുന്ന ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇതാ ഞാൻ കുതിരപ്പുറത്ത് കയറി കഴിഞ്ഞു. കുതിരപ്പുറത്താണ് ഇരിക്കുന്നത്. താഴെ ഇതാണ് എന്റെ കുതിരക്കാരൻ. കുതിരപ്പുറത്ത് ഇത് എന്റെ കുതിര. ചേട്ടാ ഒന്ന് പിള്ളേര് പടം എടുത്ത എന്റെ ഇതാ കുതിരപ്പുറത്തുള്ള യാത്രയാണ്. കുതിരപ്പുറത്തുള്ള യാത്ര. അതാ അങ്ങ് ദൂരെ കാണുന്നതാണ് കേദാർനാഥ് മലനിര. കേദാർനാഥിലേക്കുള്ള മലകയറ്റം തുടങ്ങിയിരിക്കുകയാണ്. ഇനി ഏകദേശം 16 കിലോമീറ്ററോളം ഈ മല കയറണം. കുതിരപ്പുറത്ത് കയറി ആണിപ്പോൾ പോകുന്നത്. കാൽനടയായി പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. പോകാം, അങ്ങനെ പോകുന്നവരുണ്ട് ധാരാളം. പക്ഷേ നമ്മളൊരു പകൽ മുഴുവൻ എടുത്താൽ മാത്രമേ ഈ കാൽനടയായി പോകാൻ കഴിയൂ. നമ്മൾ രാവിലെ പ്രഭാതത്തിൽ നടന്നു തുടങ്ങിയാൽ വൈകുന്നേരമായിട്ട് അവിടെ എത്താൻ പറ്റും. പിന്നെ വൈകുന്നേരം അവിടെ സ്റ്റേ ചെയ്യേണ്ടി വരും. അവിടെ സ്റ്റേ ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം വളരെ തണുപ്പും മഞ്ഞും മൂടിയ സ്ഥലമാണ്. കിടക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ, ഹട്ടുകളും അതുപോലെ മറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും
ഇന്ന് നേരം ഇരുട്ടുമ്പോഴേക്കും തിരിച്ചിവിടെ എത്തണം എന്ന ലക്ഷ്യത്തിലാണ് ഞങ്ങൾ യാത്ര തുടങ്ങുന്നത്. എന്തായാലും കേദാർനാഥിലേക്ക് കുതിരപ്പുറത്ത് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. യാത്രാനുഭവങ്ങളും ദൃശ്യങ്ങളും കൂടുതൽ അറിയാൻ ത്രിലോക് ഭാരതി മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.